ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആദ്യം തന്നെ ഈശോയ്ക്കും അമ്മ മാതാവിനും ഈ ഒരു തിരുവൾത്താരയിൽ വന്ന് നിൽക്കാൻ സാധിച്ചതിന്, എനിക്കൊരു അവസരം തന്നതിന് ഈശോയ്ക്കും മാതാവിനും 1000 കോടി നന്ദി പറയുകയാണ്. കാരണം ഞാനൊട്ടും പ്രതീക്ഷിച്ചിരുന്നതല്ല. എല്ലാവരും സാക്ഷ്യം പറയുമ്പോൾ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ ഒന്ന് സാക്ഷ്യം പറയണം എന്നുള്ളത്. പക്ഷേ എൻ്റെ ലൈഫിൽ അത് നടക്കും എന്നുള്ളത് എനിക്ക് ഒട്ടും ഹോപ്പില്ലാതാണ് ഞാൻ ആക്ച്വലി ഇവിടെ വരുന്നത്. ഞാൻ 2024 ജൂൺ 3-ാം തീയതിയാണ് ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. കഴിഞ്ഞ വർഷം ജൂൺ 3-ാം തീയതി. അപ്പം എനിക്കിപ്പം പലരും ഞാൻ പറഞ്ഞു കേട്ടിട്ട് ഞങ്ങളുടെ അടുത്തുള്ള ആൾക്കാരും പറഞ്ഞ് ഞാൻ ഉടമ്പടിയും കൃപാസനത്തിനെ പറ്റിയൊക്കെ അറിയുന്നത് അങ്ങനെയാണ്. അതിനു മുന്നേ എൻ്റെ അമ്മയുടെ ചേട്ടൻ പറഞ്ഞാണ് ഞാൻ കൃപാസനത്തെ പറ്റി കൂടുതലും അറിയുന്നത്. ജൂൺ 3-ാം തീയതി ഞാൻ ഉടമ്പടി എടുത്ത് അന്ന് ഞാനിതുപോലെ IELTS നല്ല സ്കോറിൽ പാസ്സായി UK പോകാനുള്ള പ്രൊസീജിയേഴ്സും കാര്യങ്ങളും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം കൂടെ പഠിക്കുന്നവരും കാര്യങ്ങളും എല്ലാം പെട്ടെന്നൊക്കെ കയറി പോകുന്നു. ഞാൻ ഉടമ്പടി എടുക്കുമ്പോൾ ഓൾറെഡി ഞാൻ ഈ പ്രൊസീജിയറിലാണ്. അപ്പം പക്ഷേ ലോണും കാര്യങ്ങളും ഒന്നും ഞാൻ ഉദ്ദേശിച്ച പോലെ പെട്ടെന്ന് അങ്ങോട്ട് സാങ്ഷൻ ആയില്ല. കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അത് മാറിപ്പോയി. അപ്പം അമ്മയുടെ ഒരു പേരിലൊരു സ്ഥലം ഉണ്ടായിരുന്നു. അത് അവസാനം കൊടുത്തിട്ടാണ് ഞാൻ ഫണ്ടും കാര്യങ്ങളും എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് UK വേണ്ടുന്ന ഒരു ഫണ്ട് ശരിയാവാത്തത് കൊണ്ട് ഞാൻ ആ കൺട്രി മൊത്തത്തിൽ മാറ്റി മാൾട്ടയ്ക്ക് വെച്ചു. കാരണം പകുതിക്ക് വെച്ച് മൊത്തത്തിൽ ക്യാൻസൽ ചെയ്തിട്ടാണ് നമ്മൾ വേറൊരു രാജ്യം വെക്കുന്നത്. അപ്പം പുറത്തേക്ക് പോകുന്നവർക്ക് അറിയാം അപ്പോൾ എത്രത്തോളം ടൈം ലാഗ് പിന്നെയും അതിലേക്ക് വരുമെന്നുള്ളത്. അപ്പം ഞാനപ്പോൾ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഞാൻ രണ്ടാമത് വേറൊരു കൺട്രി വെക്കുകയാണ്, എൻ്റെ കൂടെ ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ രണ്ടാമത് പിന്നെ റീസ്റ്റാർട്ട് ചെയ്ത് ജൂലൈ കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഞാനത് മാൾട്ടയ്ക്കുള്ളതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് വെച്ച് പേപ്പർ വർക്കും കാര്യങ്ങളും എല്ലാം പെട്ടെന്ന് പോയി. പക്ഷേ ഫീസ് അടയ്ക്കാനായിട്ട് പറ്റുന്നില്ല. കയ്യിൽ പൈസ ഉണ്ടായിട്ടും അതായത് നമ്മൾ ഫണ്ട് കൈ കടന്നിട്ടും ഫീസ് അടയ്ക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞാൻ നിന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ പിന്നെ ഞാൻ മാതാവിൻ്റെ അടുത്തൊക്കെ പ്രാർത്ഥിച്ച്, മാതാവേ ഫീസ് കാരണം പൈസ കിടക്കുകയാണ്, അത് ചിലവാകും. മാതാവ് അതെല്ലാം പെട്ടെന്ന് ആ കാര്യങ്ങളെല്ലാം കുഴപ്പമില്ലാതെ പോയി. ഈ സമയത്ത് ഞാൻ എൻ്റെ ആദ്യത്തെ ഉടമ്പടിയിലാണ്. അപ്പം അതുവരെ എന്ന് പറയുമ്പോൾ ഞാൻ ഡെയിലി പള്ളിയിൽ പോകും രാവിലെ. പക്ഷേ ബൈബിൾ വായനയും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടല്ലായിരുന്നു. കാരണം ഞാനങ്ങനെ എല്ലാ ദിവസവും ബൈബിൾ വായിക്കുന്ന ഒരു വ്യക്തിയല്ലായിരുന്നു. അമ്മ എന്നും പറയായിരുന്നു എല്ലാ ദിവസവും ബൈബിൾ വായിക്കുന്നതൊക്കെ. പക്ഷേ കറക്റ്റായിട്ട് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് പോലും തികച്ച് ഞാൻ വായിക്കത്തില്ലായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തേ പിന്നെ എല്ലാ ദിവസവും ആദ്യം ഭയങ്കര കറക്റ്റായിട്ട് അരമണിക്കൂർ കൂടുതലും ഞാൻ ബൈബിൾ വായിക്കുമായിരുന്നു. അമ്മ തന്നെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് അവളോടിപ്പോൾ പ്രാർത്ഥിക്കാൻ പറയേണ്ട കാര്യമില്ല എന്നുള്ളൊരു രീതിയിൽ. കാരണം അതുപോലെ ഞാൻ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിച്ച് തുടങ്ങിയൊരു സമയമായിരുന്നു. കാരണം അറിയാം ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് ഈ പ്രാർത്ഥന എന്ന് പറയുന്നൊരു സംഭവത്തിലേക്ക് വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും. അപ്പം ഞാനും ആ ഒരു രീതിയിലേക്ക് മാറി വന്നതിന് നല്ല ടൈം എടുത്തായിരുന്നു. ആദ്യത്തെ ഉടമ്പടി സെപ്റ്റംബറിൽ കഴിഞ്ഞു. പക്ഷേ എൻ്റെ പേപ്പർ വർക്ക് നല്ല ലാഗായി പിന്നെയും ഇടയ്ക്ക് വെച്ചിട്ട്. പക്ഷെ ഞാൻ എപ്പോഴും എൻ്റെ ഹോപ്പ് കളഞ്ഞില്ല. ഞാൻ പിന്നെയും അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഉടമ്പടി പുതുക്കി. എൻ്റെ ഉടമ്പടി രണ്ടാമത്തെ ഉടമ്പടിയിൽ ഞാൻ നിൽക്കുമ്പം എൻ്റെ വിസയ്ക്കൊക്കെ ഞാൻ വെച്ചു. 1 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ വിസ റിജക്റ്റായി. ഒരു റീസണും ഇല്ല, നോ റീസണായിട്ട് എൻ്റെ വിസ റിജക്റ്റായി. ഫീസും കാര്യങ്ങളും എല്ലാം നമ്മൾ ഹാഫ് അടച്ചു. അക്കൗണ്ടിലും കാണിക്കേണ്ട എമൗണ്ട് എല്ലാം കാണിച്ചു, 10-16 ലക്ഷം രൂപ. എന്നിട്ടും നമുക്ക് വിസ റിജക്റ്റായി. എൻ്റെ ലൈഫിൽ ഞാൻ ആ ഒരു ടൈമിൽ കടന്നു പോയൊരു സന്ദർഭം എന്ന് പറയുന്നത് എനിക്ക് എന്താ ചെയ്യണ്ടേന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. കാരണം ഒരാളോട് ഇത് പറയാൻ പറ്റത്തില്ല നമുക്ക്. എൻ്റെ പപ്പ അമ്മ എന്നുള്ളതല്ലാണ്ട് വേറെ ഒരാളോട് നമുക്കിത് എനിക്ക് ഷെയർ ചെയ്യാൻ പോലും പറ്റത്തില്ല. കാരണം നമ്മൾ അതുപോലെ പുറത്തുനിന്ന് കടം മേടിച്ചിട്ടും ഒക്കെ റോൾ ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്തേക്കുന്നത്. എല്ലാവരും ഓൾറെഡി എപ്പോൾ തന്നെ അറിഞ്ഞു പോകുന്നുണ്ട് എന്നൊക്കെ. അപ്പം ചോദ്യമുണ്ട് എപ്പോഴാണ് പോകുന്നതെന്നൊക്കെ ഉള്ള ചോദ്യം. ഇതും കൂടെ സഹിക്കാതായപ്പം എന്നെക്കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്തായിപ്പോയി. ലാസ്റ്റ് ഞാനപ്പം ആ സമയത്ത് ഞാൻ രണ്ടാമത്തെ ഉടമ്പടിയില്ല. ഞാൻ മാതാവിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, ഞാൻ എന്നെക്കൊണ്ട് എന്തിനാ ഇങ്ങനെ കരയിക്കുന്നത്, എന്നെ ഇത്രയും പൈസ മുടക്കിക്കുന്നത്, എനിക്ക് വിധിച്ചതല്ലെങ്കിൽ അതങ്ങ് ആദ്യമേ എൻ്റെ കയ്യിൽ നിന്ന് മാറ്റിക്കൂടായിരുന്നോ എന്നുള്ളത്. പക്ഷെ നമ്മുടെ ഹിതമല്ല ദൈവത്തിൻ്റെ ഹിതമാണ് പ്രവർത്തിക്കാൻ പോകുന്നത് എന്നുള്ളത് എനിക്ക് അപ്പോഴും മനസ്സിലായിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അപ്പം എൻ്റെ മൈൻഡിലെന്ന് പറയുന്നത് ഞാനിപ്പം പള്ളിയിൽ പോകുന്നത് അങ്ങ് നിന്ന് ആ സമയത്തേക്ക്. കാരണം എനിക്ക് പിന്നെ എൻ്റെ ഹോപ്പ് മൊത്തം പോയി, എന്നെക്കൊണ്ട് ഒക്കുന്നില്ല ഒന്നും. പക്ഷേ എൻ്റെ അമ്മ ആ സമയത്ത് പറഞ്ഞ് പള്ളിയിൽ പോകാതിരുന്നിട്ട് കാര്യമില്ലല്ലോ, മാതാവ് ചെയ്യാനുള്ളത് ചെയ്യുമെന്നാണേലും. ഞാനിപ്പോൾ പിന്നെയും പള്ളിയിലൊക്കെ പോകാനായിട്ട് തുടങ്ങി, പിന്നെയും പ്രാർത്ഥനയൊക്കെ തുടങ്ങി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു. കാരണം ഇത് എല്ലാവരും ചോദ്യമൊക്കെ ആയപ്പം ഞാൻ പിന്നെ അവിടെ നിന്ന് എറണാകുളത്തിനായി IELTS കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് IELTSൻ്റെ ട്രെയിനറായിട്ട് എറണാകുളത്തിന് ജോലിക്ക് പോയി. നവംബർ ഡിസംബർ 2 മാസം എൻ്റെ ഉടമ്പടിയിലാണ്. അപ്പം ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും കാര്യങ്ങളും രാവിലത്തെയും വൈകിട്ടത്തെ എല്ലാം ഞാൻ കറക്റ്റായിട്ട് ആ സമയത്ത് അവിടെ ഇരുന്നും ചെല്ലുന്നുണ്ട്. കുർബാനയ്ക്ക് പോകുന്നത് ഞാനായിട്ട് മുടക്കിയതാണോ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ആ സമയങ്ങളിൽ ഞാൻ പോകുന്നില്ലായിരുന്നു.
അത് കഴിഞ്ഞ് ജനുവരി ആയപ്പോഴത്തേക്ക് ഇത് രണ്ടാമത് ഞാൻ ഒന്നില്ലെങ്കിൽ മാൾട്ടയ്ക്ക് വെക്കണം എന്നുള്ളൊരു ക്രൂഷ്യൽ സ്റ്റേജ് ആയി എന്നെ സംബന്ധിച്ച്. കാരണം രണ്ടാമത് വെക്കണമെങ്കിൽ ഞാൻ വീണ്ടും പൈസ മുടക്കണം അതുപോലെ നന്നായിട്ട്. പക്ഷേ ഇവൻ ഏജൻസിക്ക് പോലും ഒരു ഉറപ്പില്ല അത് കിട്ടുമോ അല്ലെങ്കിൽ പിന്നെയും റിജക്റ്റ് ആവുമോ എന്നുള്ളത്. എന്നെ സംബന്ധിച്ച് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഒരു പിടിയില്ല. നാട്ടിൽ വല്ലതും പഠിക്കാൻ പോകണോ ഒന്നും അറിയാൻ മേലാതെ ഞാനൊരു ബിഗ് സീറോ ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ. ഞാനൊരു 3-4 മാസം കടന്നു പോയത് എനിക്ക് എങ്ങനെ പറഞ്ഞ് എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് ഒരിക്കലും പറ്റാത്തൊരു ടൈമിലൂടെയാണ് ഞാനും എൻ്റെ ഫാമിലിയും പൊയ്ക്കൊണ്ടിരുന്നത്. ഒരാളോട് ഞങ്ങൾ പറഞ്ഞിട്ടില്ല വിസ റിജക്റ്റ് ആയെന്നുള്ളത്, ലാഗാണ് എന്നുള്ള രീതി മാത്രമാണ് പറഞ്ഞു നിൽക്കുന്നത്. ലാസ്റ്റ് ഞാനിപ്പം അത് കഴിഞ്ഞ് ഡിസംബറിൽ അവിടുന്ന് റിസൈൻ ചെയ്ത് എറണാകുളത്തുനിന്ന് റിസൈൻ ചെയ്ത് തിരിച്ചു പോകുന്നു. ജനുവരി 15-ാം തീയതി എന്നെ ഏജൻസിയിൽ നിന്ന് വിളിച്ചിട്ട് ചോദിച്ചു, ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ്, എന്താ ചെയ്യേണ്ടത്? ജനുവരി 14-ാം തീയതി എന്താ ചെയ്യേണ്ടത്? ഒരു ദിവസവും കൂടെ ഉള്ളൂ, എന്തെങ്കിലും ഒരു ഡിസിഷൻ ഉണ്ടെങ്കിൽ പറയണം, ഒന്നില്ലേ ക്യാൻസൽ ചെയ്യാല്ലേ റീഅപ്ലൈ ചെയ്യാന്നുള്ളത്. എനിക്കൊന്നും ചെയ്യാനില്ല, എനിക്കെന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. കാരണം എന്നെക്കൊണ്ട് റിസ്ക് എടുക്കാൻ പറ്റത്തില്ല പിന്നെയും ഇത്രയും ഫണ്ട് മുടക്കാനായിട്ട്. അതിനുള്ള ആ ഒരു സിറ്റുവേഷനിലും അല്ലായിരുന്നു ഞങ്ങൾ. ലാസ്റ്റ് ഞാൻ രാത്രി അമ്മയെടുത്ത് പറഞ്ഞു, നമുക്ക് നാളെ കൃപാസനത്തിൽ പോകാം. ഞാൻ ഉടമ്പടി തീർന്നിട്ട് ഡിസംബർ അവസാനം തീർന്നത്, അപ്പം എറണാകുളത്തായിട്ട് പുതുക്കാൻ പറ്റിയില്ല, 2 ആഴ്ചയായി. അപ്പം നമുക്ക് ഉടമ്പടി പുതുക്കാൻ നാളെ കൃപാസനത്തിൽ പോകാമെന്ന് പറഞ്ഞു. എനിക്കിവിടെ വന്നിട്ട് എനിക്ക് മാതാവിനെ ഒന്ന് നോക്കാനോ അല്ലെങ്കിൽ ഒന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. കാരണം അന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ ഞാൻ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തേ പറ്റത്തുള്ളൂ. ഞാനിത് പറയുമ്പോൾ അത് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവും എനിക്കറിയില്ല. പക്ഷെ അന്നത്തെ ആ ഒരു ദിവസം എന്നുള്ളത്, ഞാനിവിടെ ഉടമ്പടി പുതുക്കാനായിട്ട് മേളിൽ ക്ലാസ് ചിന്തിക്കുമ്പോഴും അവിടെ അച്ഛൻ പറയുന്നതും ബ്രദർ പറയുന്നതും ഒന്നും എൻ്റെ തലയ്ക്കകത്തോട്ട് കയറുന്നില്ല. എൻ്റെ മൈൻഡിൽ അന്ന് ഉച്ചക്കത്തേക്ക് എനിക്കൊരു ഡിസിഷൻ എടുക്കണം, എന്തെങ്കിലും ഒന്ന്. ഞാൻ ലാസ്റ്റും ആ ക്ലാസ് എൻ്റെ ഇടയ്ക്കെപ്പോഴും ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പേപ്പറും കാര്യങ്ങളും എല്ലാം ആവശ്യങ്ങൾ എഴുതാനുള്ള പേപ്പറൊക്കെ ബ്രദർ തരുന്നതിനിടയ്ക്ക് എൻ്റെ അടുത്ത്, ഞാൻ ഈ സൈഡിലാണ് ഇരുന്നത്, ആ സൈഡിൽ ഒരു ആൻറ്റി വന്നിട്ടിരുന്നു. അത്രയും നേരം അവിടെ ആരും ഇല്ലായിരുന്നു, വേക്കൻ്റ് ആയിരുന്നു ആ ചെയറും. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ആൻറ്റി വന്നിട്ട് അവിടെ നിന്നിട്ട് വെച്ച്, മോൾ എവിടുന്നാണ് വരുന്നത്, എൻ്റെ പേരും സ്ഥലവും കാര്യങ്ങളും ഒക്കെ ചോദിച്ചു. ഇവിടെ വന്നിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ച് എന്തെങ്കിലും അനുഗ്രഹങ്ങളൊക്കെ നടന്നോന്നൊക്കെ. ഞാൻ ആ ആൻറ്റി പറയുന്നതിനൊക്കെ ചോദിക്കുന്നതിനൊക്കെ എന്തൊക്കെയോ മറുപടിയൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്, എന്താണെന്ന് പോലും ഞാൻ ആക്ച്വലി ഓർക്കണില്ല. അത് കഴിഞ്ഞ് ഞാൻ ആൻറ്റി എന്തൊക്കെയോ സംസാരിച്ചു, എൻ്റെ അടുത്തുനിന്ന് പോയി. ആൻറ്റീൻ്റെ അടുത്ത് ചോദിച്ചു പള്ളിയിൽ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആൻറ്റി പള്ളിയിൽ പോകുന്നുണ്ടായിരുന്നു, ഇപ്പോൾ 2 മാസമായിട്ട് പോകുന്നില്ല. പള്ളി അടുത്തുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പള്ളി അടുത്തുണ്ട്, പക്ഷേ ജോലിക്ക് പോകുന്നതുകൊണ്ട് പോകുന്നില്ല എന്ന് പറഞ്ഞു. അത് മനഃപൂർവ്വം മാറ്റി വെച്ചിരിക്കുന്ന ഒരു കാര്യമല്ലേ എന്നിങ്ങനെ ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ ശരിയാണ്, ഞാനായിട്ട് മാറ്റി വെച്ചിരുന്നതാണ് പള്ളിയിൽ പോകാതിരുന്നത്, പക്ഷേ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ അതും ഉണ്ടായിരുന്നു. അപ്പം അനുവദിച്ച് പള്ളിയിൽ പോയി തുടങ്ങുമ്പോൾ പിന്നെയും പഴയ പോലെ എല്ലാം മാതാവ് ശരിയാക്കി തരുമെന്ന് പറഞ്ഞ് ഞാൻ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് താഴോട്ട് വന്നു, കൗണ്ടറിലൊക്കെ വന്ന്. അപ്പം അത് കഴിഞ്ഞ് താഴെ വന്ന് ഇവിടുന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കെന്തോ എൻ്റെ മനസ്സിൽ വന്ന സമയത്തുണ്ടായിരുന്ന ആ ഒരു ഭാരമില്ല, ഓട്ടോമാറ്റിക്കലി അതങ്ങ് മാറി. ഞാനത് സത്യം പറഞ്ഞാൽ വിട്ടുപോയി. അത് കഴിഞ്ഞ് ഇവിടുന്ന് പോകുന്ന വഴിക്കാണ് എന്നെ ഏജൻസിയിൽ നിന്ന് വിളിച്ചിട്ട് ചോദിച്ചത് എന്താ ചെയ്യണ്ടേ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ക്യാൻസൽ ചെയ്യാം. ഒരു ബോധമില്ലാതാണ് ഞാൻ പറയുന്നത് ക്യാൻസൽ ചെയ്യാന്നുള്ളത്. വൈകിട്ട് അമ്മ എൻ്റെ അടുത്ത് ചോദിച്ചു എന്ത് പറ്റി നീ ക്യാൻസൽ ചെയ്യാന്നൊക്കെ പറഞ്ഞത്, ഓക്കെ അല്ലേ ക്യാൻസൽ ചെയ്യുമല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ ക്യാൻസൽ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു എന്ന് ഞാനിങ്ങനെ പറഞ്ഞു അമ്മയടുത്ത്. കാരണം എനിക്ക് അപ്പോഴും എനിക്കൊരു ബോധമില്ല ഞാൻ എന്തായി പറയുന്നതെന്നുള്ളത്. അത്രയും ഫണ്ട് മുടക്കിയിട്ട് ഞാനത് എൻറ്റയർലി ക്യാൻസൽ ചെയ്യുവാന്ന് പറഞ്ഞത്. അമ്മ എൻ്റെ അടുത്ത് ചോദിച്ചാൽ എന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ ഇതുപോലെ ഒരു ആൻറ്റി സംസാരിച്ചു, പക്ഷേ ആൻറ്റിയുടെ മുഖമോ സ്ഥലമോ പേരോ ഒന്നും ഞാൻ ചോദിക്കാഞ്ഞതാണോ അതോ ഞാൻ മറന്നു പോയതാണോ ഒന്നും എനിക്ക് എൻ്റെ മൈൻഡിൽ ആകെയുള്ളതൊരു നീല സാരി കൊടുത്ത ആൻറ്റി മാത്രമായിരുന്നത്. എൻ്റെ മൈൻഡ് വേറെ ഒന്നും ഇല്ല ആൻറ്റിനെ പറ്റി. അത് ഞാൻ മറന്നു പോയെന്നാണ്. അമ്മ അത് 2ാമത് വൈകിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുമ്പോഴാണ് ഞാനത് റിക്കവർ ചെയ്ത് എടുക്കണത്. ഇങ്ങനെ ഒരാൾ എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് പോലും. അതിപ്പിന്നാണ് ഞാൻ എങ്ങനോ ആരും എടുക്കുക ചെയ്തതല്ല, ഓട്ടോമാറ്റിക്കലി എൻ്റെ മൈൻഡിൽ നിന്ന് വന്നതാണ്. അവർ വിളിച്ചപ്പോൾ ഞാനത് ക്യാൻസൽ ചെയ്യുവാണെന്നുള്ളത്. ആ ഒരു നീല സാരി മാത്രം, അവരുടെ മുഖമോ ഒന്നും എൻ്റെ മൈൻഡിലേ ഇല്ല, ഒന്നുമില്ല. അത് കഴിഞ്ഞ് 1-2 ദിവസം കഴിഞ്ഞപ്പം ഞാൻ ഷാർജയിലോട്ടുള്ള ഒരു ജോബിൻ്റെ കേസിനകത്ത് ഇതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു ദിവസം വൈകുന്നേരം പെട്ടെന്ന് എനിക്ക് ഈ 15-ാം തീയതി ഞാൻ ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്കൊരു ദിവസം വൈകിട്ട് മെയിൽ വന്നു, നാളെ രാവിലെ ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ഞാനിപ്പം പഠിച്ചിരുന്നതാണല്ലോ, ഞാൻ സൈക്കോളജിയാണ് പഠിച്ചത്. അപ്പം അതിനനുസരിച്ച് കുഴപ്പമില്ല എന്നൊക്കെയുള്ള രീതിയിൽ നിന്നു. പക്ഷേ പിറ്റേന്ന് രാവിലെ ഇൻ്റർവ്യൂ വന്നു കഴിഞ്ഞ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു സമാധാനമില്ല. കാരണം അവർ ചോദിച്ച ഒരൊറ്റ ക്വസ്റ്റ്യൻ എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ പ്രിപ്പയർ ചെയ്തതും ഇത്രയും വർഷം പഠിച്ചതും ഒന്നും എന്നെക്കൊണ്ട് പറ്റാത്തൊരവസ്ഥയിൽ പോയി. ഞാൻ ഒന്നും വല്ലാത്തൊരവസ്ഥയിലാകുമായിരുന്നു. എൻ്റെ കയ്യിൽ നിന്നുള്ള എല്ലാ ഹോപ്പും തീർന്നു പോയി. ഞാനത് കഴിഞ്ഞിട്ട് അവിടെ ശരിക്കിരുന്ന് കരഞ്ഞ് വീട്ടിലിരുന്ന്. കാരണം എനിക്കത് കിട്ടത്തില്ല എന്ന് എനിക്ക് 100% ഉറപ്പാണ്. കാരണം ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല, അവർ ചോദിച്ച ഒരു ക്വസ്റ്റ്യനും ഞാൻ ആൻസർ ചെയ്തിട്ടില്ല മര്യാദയ്ക്ക്.
അവരെന്നെ സെലക്ട് ചെയ്യേണ്ടതായിട്ടുള്ള രീതി ഞാൻ ആൻസർ ചെയ്തിട്ടേ ഇല്ല. ലാസ്റ്റ് അമ്മ പറഞ്ഞു കിട്ടാനുള്ളതാണ് കിട്ടും, നീ പ്രാർത്ഥിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ മാതാവിനടുത്ത് പറഞ്ഞു, മാതാവേ ഇതെൻ്റെ അവസാനത്തെ ഹോപ്പാണ്, ഇതുകൂടെ എനിക്ക് കിട്ടിയില്ലെങ്കിൽ എനിക്ക് ആത്മഹത്യ നല്ലതല്ലാതെ വേറൊരു നിവൃത്തിയില്ല, എനിക്ക് എൻ്റെ കുടുംബത്തെ നോക്കാൻ വേറെ ഒരു മാർഗ്ഗവും ഇല്ല. ഞാൻ എൻ്റെ വീട്ടിൽ പോലും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ഇത്രയും വലിയൊരു സിറ്റുവേഷൻ കൂടെ ഞാൻ പൊക്കോണ്ടിരിക്കുന്നതെന്നുള്ളത്. ഞാൻ കരയുന്നത് മാത്രമേ അവർ കാണുന്നുള്ളൂ. ഞാൻ മാതാവിൻ്റെ അടുത്തൊരു 2-3 ദിവസം ഞാൻ അങ്ങനെ കരഞ്ഞങ്ങ് പ്രാർത്ഥിച്ച്. ഇത് കഴിഞ്ഞ് 3-ാം പൊക്കം എനിക്ക് ഓഫർ ലെറ്ററാണ് വരുന്നത്. അവിടുന്ന് പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളും ഒന്നും അവർ പറഞ്ഞിട്ടില്ല. ഡയറക്റ്റ് ഏപ്രിൽ 13-ാം തീയതി ഓശാനയുടെ അന്ന് ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ട് എനിക്ക് സ്കൂളിൽ നിന്നുള്ള ഓഫർ ലെറ്ററാണ് വരുന്നത്. ഒരു മാസ്റ്റേഴ്സ് പഠിക്കാനായിട്ട് പുറത്ത് പോകാൻ നോക്കിയിരുന്നത് ഞാൻ എൻ്റെ ഈ ഒരു പ്രായത്തിൽ എക്സ്പെക്റ്റ് ചെയ്തതിലും കൂടുതൽ സാലറി ഇന്ന് GCC കൺട്രിയിൽ എനിക്കൊരു സൈക്കോളജിസ്റ്റായിട്ട് തന്നെ ഡയറക്റ്റ് ഞാൻ ജോലിക്ക് കയറുമായിരുന്നു. എനിക്ക് എങ്ങനെ അത് പറഞ്ഞ് മറ്റൊരാളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് വേണ്ടി മാതാവിൻ്റെ തീരുമാനം ചിലപ്പം അങ്ങനെ ആയിരിക്കും. ഈ സമയത്താണേലും ഞാൻ എൻ്റെ 2ാമത്തെ ഉടമ്പടിയിലായിരുന്നു ഉണ്ടായിരുന്നത്. പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാം ഞാൻ ആ സമയത്തും കറക്റ്റായിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പ്രത്യക്ഷീകരണ പ്രാർത്ഥന രാവിലെയും വൈകിട്ടും എല്ലാം കുർബാനയ്ക്ക് പോകുന്നത് വരെ ഞാൻ പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. പത്രമാണെങ്കിലും ഇവിടുന്ന് മേടിച്ച് ഉടമ്പടി പുതുക്കാൻ വരുമ്പോഴും എല്ലാം പത്രം തരുന്നതെല്ലാം കൊടുക്കുമായിരുന്നു എല്ലാവർക്കും. അതുപോലെ തന്നെ കാരുണ്യപ്രവർത്തികളെന്ന് പറയുമ്പം ഞാൻ പള്ളിയിലെ സംഘടനകളിലെല്ലാം ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പം എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് എൻ്റെ സാമ്പത്തികത്തിൽ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പോലും യുവദീപ്തി പോലുള്ള സംഘടനകളിൽ ഞാൻ ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് എല്ലാ ആഴ്ചകളിലും ഫുഡ് കൊടുക്കുന്ന പരിപാടി, നമ്മൾ ഈസ്റ്റർ പോലുള്ള കാര്യങ്ങളിലെല്ലാം ഞാൻ സജീവമായിട്ട് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരാൾ. എന്നെക്കൊണ്ട് ഏത് രീതിയിൽ ഏത് സംഘടന അല്ലെങ്കിൽ ആരുടെ കൂടെ നിന്നൊരു സഹായം ചെയ്യാൻ സാധിക്കും അതെല്ലാം ഞാൻ ഈ സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്രയും വലിയൊരു അനുഗ്രഹം തന്ന മാതാവിന് ഈശോയ്ക്ക് 1000 നന്ദി. യെശയ്യാ 30:19 ജെറുസലേമിൽ വസിക്കുന്ന സിയോൻ ജനമേ, ഇനിമേൽ നീ കരയുകയില്ല. നിൻ്റെ വിലാപസ്വരം കേട്ട് അവിടുന്ന് കരുണ കാണിക്കും. അവിടുന്ന് അത് കേട്ട് നിനക്ക് ഉത്തരമരുളും. അനിമോൾ റോയി എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ കടന്നുപോയ വളരെ ക്ലേശപൂർണമായ കാലങ്ങളും പരിശുദ്ധ കൃപാസന മാതാവിൽ തുടർച്ചയായി വിശ്വസ്തയോടെ ശരണപ്പെട്ട് ജീവിതത്തെ സമർപ്പിക്കുകയും മകളുടെ അമ്മയുടെ നിരന്തരമായ ഉടമ്പടി ജീവിതം പകർന്നു കൊടുത്ത ബലത്തിലൂടെ മകൾ എങ്ങനെ കൂടുതൽ അനുഗ്രഹത്തിലേക്ക് എത്തിച്ചേർന്നുവെന്നും തൻ്റെ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു. പ്രിയമുള്ളവരെ, ഉടമ്പടിയിൽ നമ്മൾ അസാധ്യ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ഉടമ്പടിയിൽ നമ്മൾ തകർന്നു പോയ വിഷയങ്ങളെയാണ് സമർപ്പിക്കുന്നത്. ഉടമ്പടിയിൽ നമ്മൾ എല്ലാവരും ഇനി നടക്കില്ലെന്ന് പറയുന്നവയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ജോസഫ് അച്ഛൻ ഓരോ ധ്യാനത്തിനും പറയും, ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും നിങ്ങൾ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിക്കരുത്. കാരണം കിട്ടിക്കഴിയുമ്പോൾ കഴിവ് കൊണ്ട് കിട്ടി, സമ്പത്ത് കൊണ്ട് കിട്ടി, പരിശ്രമിച്ച് കിട്ടി എന്നൊക്കെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ ഉപേക്ഷിച്ചവ, മറ്റുള്ളവർ എഴുതിത്തള്ളിയവ, ഡോക്ടർമാർ കൈവിട്ടവ, അത് മാത്രം അമ്മയുടെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. അത് അനുവദിച്ച് കിട്ടിയതിൻ്റെ അനുഗ്രഹമായി മകളുടെ കഴിവില്ലായ്മയിൽ കൊടുത്ത ജോലിയുടെ സൗഭാഗ്യത്തെയാണ് ഈ അൾത്താരയിൽ മകൾ സാക്ഷ്യപ്പെടുത്തുക. എന്താണ് ഉടമ്പടി നമ്മളോട് പറയുക? ഉടമ്പടി നമ്മളോട് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തെ ദൈവത്തിന് ചേർന്ന വിധം, ദൈവത്തിന് ഇഷ്ടപ്പെടുന്ന വിധം ഒന്ന് ക്രമീകരിക്കുവാനാണ്. ദൈവത്തെ നിരന്തരം കണ്ടുമുട്ടുന്ന ഇടമാണ് വിശുദ്ധ കുർബാന. ദൈവപ്രസാദം നഷ്ടപ്പെടുത്താതെ നമ്മുടെ ജീവിതത്തെ നിരന്തരം ദൈവത്തോട് സംസാരിക്കുവാൻ പറ്റുന്ന വിധത്തിൽ കമ്മ്യൂണിക്കേറ്റ് നടക്കുന്ന ഇടമാണ് വിശുദ്ധ കുർബാന. കുമ്പസാരത്തിൽ ഏത് ചെറിയ പാപം പോലും കഴുകി ശുദ്ധീകരിച്ച് ദൈവം വസിക്കുവാനുള്ള ഇടം നമ്മുടെ ശരീരത്തിനും ആത്മാവിനും കൊടുക്കുവാൻ നാം കാണിക്കുന്ന ധൈര്യവും സന്നദ്ധതയുമാണ്. അതുകൊണ്ടാണ് ഉടമ്പടി ജീവിതം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നൊരു വ്യക്തിക്ക് മാത്രമേ ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. ബാഹ്യമായ ഒരു കാട്ടിക്കുട്ടലുകൾ കൊണ്ടും ഉടമ്പടിയിലൂടെ ഒരു അനുഗ്രഹവും പ്രാപിക്കുവാൻ നമുക്ക് കഴിയില്ല. മറിച്ച് നമ്മുടെ ആന്തരിക മനുഷ്യനെ ബലപ്പെടുത്തിക്കൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് എളിയ ശുശ്രൂഷകൾ ചെയ്യുവാൻ നിരന്തരം തയ്യാറായിക്കൊണ്ട് ക്രിസ്തുവിനെ പറ്റി പറയുവാനും ക്രിസ്തുവിനെ പങ്കുവയ്ക്കുവാനും ധൈര്യത്തോടു കൂടി ജീവിക്കുവാൻ നിലപാടെടുക്കുന്നവർക്ക് മാത്രമാണ് ഉടമ്പടി പ്രകാരമുള്ള ഓരോ അനുഭവവും കൈമാറി കിട്ടുക.
നമ്മുടെ ജീവിതത്തിലും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാകുവാൻ സാധിക്കും. നമ്മുടെ കണ്ണീര് തുടയ്ക്കപ്പെടും, നമ്മുടെ തകർച്ച മാറ്റപ്പെടും, നമ്മുടെ കടബാധ്യതകൾക്ക് ഇളവ് ലഭിക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ രോഗദുരിതങ്ങൾക്ക് സൗഖ്യവും ആശ്വാസവും തരുവാൻ അമ്മ മാതാവ് തിരുക്കുമാരനോട് പ്രാർത്ഥിക്കും. ഉടമ്പടി ജീവിതം വിശ്വസ്തതയിൽ ഉറപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് പരിശ്രമിക്കാം. ഇന്ന് തഴയപ്പെട്ടത്, ഇപ്പോൾ പുതുക്കിയിട്ട് ലഭിക്കാത്തത്, എന്നേക്ക് ലഭിക്കാത്തതല്ല, നമുക്ക് ഗുണകരമായത് കരുതി വയ്ക്കുന്ന അമ്മ സമയത്തിൽ നമുക്കത് അനുവദിച്ചു തരും. അമ്മ മാതാവ് സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ്. നമ്മളെ അനന്തമായി ക്ലേശത്തിലേക്ക് നയിക്കില്ല. സുനിശ്ചിതമായ കര എത്തും വരെയും കൂടെ നിന്ന് അമ്മ നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കും. ഈ മകൾക്ക് ലഭിച്ച ഈ വലിയ അനുഭവങ്ങൾക്ക്, ആത്മീയ ബോധ്യങ്ങൾക്ക്, ജീവിതത്തിൽ ലഭിച്ച തിരിച്ചറിവുകൾക്ക്, ജോലിക്ക് എല്ലാം അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.